വീണയെ ടാർഗറ്റ് ചെയ്ത് ഇ ഡി. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാവണം. മറ്റ് 8 പേർക്ക് കൂടി സമൻസ്. കർത്തയുടെ ഭാര്യയും മകനുമടക്കമുള്ള കുടുംബാംഗങ്ങളും പട്ടികയിൽ. വീണയ്ക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് ഇ ഡി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്കു കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ തുടങ്ങിയവർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. കർത്തയുടെ ഭാര്യയും മകനും അടക്കമുള്ള കുടുംബാംഗങ്ങൾ പട്ടികയിലുണ്ട്. വിവിധ കമ്പനികളുടെ ഡയറക്ടർമാരാണിവർ. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി ചില ചോദ്യങ്ങൾ വീണയോട് ഇ ഡി ചോദിച്ചിരുന്നു. എന്നാൽ മറുപടിയിൽ വ്യക്തതയില്ല എന്നാണ് ഇ ഡി വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് കൊച്ചി ഓഫീസിലേക്ക് വീണയെ വിളിച്ചു വരുത്തുന്നത്. കേസിൽ ഇതാദ്യമായാണ് വീണയെ ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. വീണയ്ക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. വീണയുടെ വിദേശ അക്കൗണ്ട് കേന്ദ്രീകരിച്ചുൾപ്പെടെ അന്വേഷണം നടത്താനാണ് തീരുമാനം. ബാങ്ക് രേഖകളും ആദായ നികുതി രേഖകളും ഉൾപ്പെടെ വീണ ഹാജരാക്കുകയും സ്വത്ത് വിവരങ്ങൾ വ്യക്തമാക്കുകയും വേണം. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ഇ ഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇ ഡിക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIR പരാതിയോ വേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് CMRLന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ അനുബന്ധ രേഖകളുടെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ കൊച്ചിയിലെ പ്രത്യേക കോടതി ഉത്തരവിട്ടിരുന്നു. വീണയുടെ മൊഴിയും അക്കൗണ്ട് വിവരങ്ങളും CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങളും ഉൾപ്പെടെ കുറ്റപത്രത്തോടൊപ്പം SFIO സമർപ്പിച്ച മുഴുവൻ രേഖകളും നൽകണമെന്നാണ് നിർദ്ദേശം. പൊതുമേഖലാ പങ്കാളിത്തമുള്ള CMRL ഇല്ലാത്ത സേവനത്തിന്റെ പേരിലും വായ്പയായും എക്സാലോജിക്കിന് 2.78 കോടി കൈമാറിയതിലെ സാമ്പത്തിക വഞ്ചനയാണ് SFIO അന്വേഷിച്ചത്. തുടർന്ന് 54 വാല്യങ്ങളായി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലെ 134 സെറ്റ് രേഖകളാണ് ഇ ഡിക്ക് ലഭിക്കുക. അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയ സാഹചര്യത്തിലാണ് രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി PMLA കോടതിയെ സമീപിച്ചത്. ഇ ഡിയുടെ ആവശ്യത്തെ SFIO എതിർത്തില്ല. CMRLന്റെ എതിർപ്പ് കോടതി പരിഗണിച്ചതുമില്ല.